ഇത്രയും വിവരവും ബോധവുമുള്ള നമ്മൾക്ക് എന്തുകൊണ്ട് അവരുടെ കള്ളത്തരങ്ങളും കാര്യങ്ങളും കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നില്ല? അതപ്പോൾ നമ്മളെ തന്നെ കുറ്റമല്ലേ? നമ്മൾ അവരെ ശ്രദ്ധിക്കാൻ, നമ്മളെ അവരെ ഒബ്സർവ് ചെയ്തിട്ടാണല്ലോ അവർ നമ്മളെ പല കാര്യങ്ങൾ ഒളിപ്പിക്കാൻ അവർക്ക് പറ്റുന്നതും നമ്മളെ കബളിപ്പിച്ച് അവർക്ക് ചെയ്യാൻ സാധിക്കുന്നത്. എന്തുകൊണ്ടാണ്? അവർക്ക് നമ്മുടെ പോസിറ്റീവ് നെഗറ്റീവ് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ്. അപ്പം നമ്മൾ അവരെ സ്നേഹിച്ച് അവരുടെ കൂടെ ഒപ്പം നിന്നെങ്കിലേ അവരുടെ ഒരാളുടെ പോസിറ്റീവ് നെഗറ്റീവ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെ മനസ്സിലാക്കി ആ ഒരു സ്ട്രെങ്തോട് കൂടി അത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അല്ലെങ്കിൽ ഏത് രീതിയിൽ അവരെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ അവരുടെ ഒപ്പം നമ്മൾ നിൽക്കണം. അവരെ പോലെ തന്നെ നമ്മളും അവരെ ഒബ്സർവ് ചെയ്യാനും അല്ലാതെ നമ്മുടെ തിരക്കുകൾക്ക് കൊണ്ട് നമ്മളുടെ സ്ഥാനവും നമ്മുടെ ആ ഒരു കടമയും മറന്ന് നമ്മളത് വേറൊരാളെ ഏൽപ്പിച്ച് കഴിയുമ്പോഴാണ് നമുക്ക് ഈ ഒരു കുറ്റങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് കുഞ്ഞുങ്ങൾ കൈവിട്ട് പോകുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ കൈവിട്ട് പോകുന്നതിന്റെ പ്രധാന ഉത്തരവാദിത്തം നമ്മൾ തന്നെയാണ്. കാരണം നമ്മൾ പൈസ ഉണ്ടാകുന്ന അവർക്ക് വേണ്ട ആവശ്യങ്ങൾ കൊടുക്കുന്നുണ്ട്, പക്ഷേ അവരുടെ നന്മ എന്താണ് തിന്മ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു മനസ്സ് നമ്മൾ എടുക്കുന്നില്ല. അവിടെയാണ് നമ്മൾ ഏറ്റവും വലിയൊരു പരാജയം ഇരിക്കുന്നത്. അതാണ് പറഞ്ഞത്, നമ്മുടെ കുട്ടികൾക്ക് നമ്മളെ മനസ്സിലാവുന്നുണ്ട്, അവർക്ക് നമ്മളെ നല്ല രീതിയിൽ ട്രാക്ക് ചെയ്ത് കൊണ്ടുപോകാനുള്ള കഴിവുണ്ട്, പിന്നെന്താ നമുക്ക് ചെയ്യാൻ സാധിക്കാതെ? അപ്പോൾ ആരുടെയോ കുഴപ്പം എന്നുള്ളത് നമ്മൾ സ്വയം മനസ്സിലാക്കി നമ്മുടെ പ്രശ്നം, നമ്മുടെ വീട്ടിലുള്ള പ്രശ്നം തീർക്കാൻ മറ്റത് ചെയ്യേണ്ടതെന്നല്ല, ആദ്യം നമ്മളിലേക്ക് തന്നെ നോക്കുക. നമ്മുടെ കുട്ടി എവിടെയാണുള്ളതെന്നുള്ളത് നമ്മളൊരു ക്ഷമയോടുകൂടി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾക്ക് കുറച്ചൊക്കെ ഒരു പരിഹാരം നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. ഇങ്ങനെയൊന്ന് നോക്കൂ.